കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഈ ടെലിവിഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം ഡയബറ്റീസ്, പ്രമേഹത്തെ പറ്റിയാണ്. മലയാളി ഏത് രാജ്യത്ത് ജീവിച്ചാലും അവരുടെ ഇടയിൽ ഒരു എപ്പിഡമിക് പോലെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് എന്നതാണ് ഇതിന് മുഖ്യ കാരണം. ആരോ പണ്ട് പറഞ്ഞു, മലയാളിക്ക് 40 വയസ്സ് വരെ പ്രേമവും അതിനുശേഷം പ്രമേഹവുമാണ് ഈശ്വരൻ വിധിച്ചിട്ടുള്ളതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേമം പരിപൂർണമായി അസ്തമിച്ചു എന്ന് പറയുവാൻ സാധ്യമല്ലെങ്കിൽ പ്രമേഹവും ഓടി എന്ന് എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രോഗത്തെ ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്ന പോലെ തന്നെ ഒരു രോഗി എന്ന നിലയിലും എനിക്ക് അല്പാൽപ്പം അറിയാം. ഈ രോഗത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി, രോഗലക്ഷണങ്ങളെപ്പറ്റി, കോംപ്ലിക്കേഷൻസിനെ പറ്റി, അതിൻ്റെ ആധുനിക ചികിത്സകളെപ്പറ്റി എല്ലാം കാലാകാലങ്ങളിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഡയബറ്റീസ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ ഡയബറ്റിക് എന്ന ഘട്ടത്തെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഈ പ്രീ ഡയബറ്റീസിനെ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നോ ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്നോ ഒക്കെ ഡോക്ടർമാർ വിളിക്കാറുണ്ട്. അമേരിക്കയിൽ 20 വയസ്സിൽ കൂടിയവരിൽ അനേകം മില്യൺ ആൾക്കാർ ഇങ്ങനെ പ്രീ ഡയബറ്റിക് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടുത്തെ പ്രായമായവരിൽ ഗണ്യമായൊരു വിഭാഗം പ്രീ ഡയബറ്റിക്കുകാരാണെന്ന് ചുരുക്കം. മലയാളികളുടെ ഇടയിൽ ആനുപാതികമായി നോക്കിയാൽ അമേരിക്കയിലേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പ്രീ ഡയബറ്റിക് വിഭാഗത്തിൽ പെടുമായിരിക്കണം. എൻ്റെ ശ്രോതാക്കൾ ഓർത്തിരിക്കേണ്ട ചില സംഖ്യകളെപ്പറ്റി ഞാൻ ആദ്യം പറയട്ടെ. ഒരാളിൻ്റെ നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്, അതായത് ഭക്ഷണം കഴിച്ച ശേഷം 8 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം എടുക്കുന്ന ബ്ലഡ് ഷുഗർ റീഡിങ് 100-ൽ താഴെയായിരിക്കണം. എന്നാൽ ഒരാൾ ഡയബറ്റിക് ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടണമെങ്കിൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ നിർവചനമനുസരിച്ച് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126-ലോ അതിൽ കൂടുതലോ ആയി 2 തവണയെങ്കിലും കണ്ടിരിക്കണം. അതുകൊണ്ട് ബ്ലഡ് ഷുഗർ 100-നും 125-നും മധ്യത്തിലുള്ളവർ ഡയബറ്റിക് രോഗികളല്ല. എങ്കിലും അവരുടെ ബ്ലഡ് ഷുഗർ നോർമൽ അല്ലതാൻ. ഇങ്ങനെ 100-നും 125-നും മധ്യത്തിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉള്ളവരെയാണ് പ്രീ ഡയബറ്റിക് എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രോഗികളും, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിക് രോഗികളും ഈ പ്രീ ഡയബറ്റീസിൻ്റെ താഴ്വരയിൽ കൂടി പോയെങ്കിൽ മാത്രമേ ഡയബറ്റീസിൻ്റെ കേന്ദ്രത്തിൽ എത്തുകയുള്ളൂ. ഈശ്വരൻ ആയുസ് നൽകിയാൽ ഈ പ്രീ ഡയബറ്റിക് ആൾക്കാരിൽ എല്ലാം തന്നെ സാധാരണഗതിയിൽ ഡയബറ്റിക് രോഗികളായി തീരുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് നടത്തിയ അനേക പഠനങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിക് പ്രിവെൻഷൻ പ്രോഗ്രാം DPP എന്ന വിപുലമായ ഗവേഷണ പഠനം 2 കാര്യങ്ങൾ കാണിക്കുന്നു. ഒന്ന്, ഒരാൾ പ്രമേഹ രോഗിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് 100-നും 125-നും മധ്യേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉള്ള റീഡിങ് അപകടകരമാണ്. ഈ പ്രീ ഡയബറ്റിക് രോഗികളിൽ രക്തധമനികളെ ബാധിക്കുന്ന ആർട്ടീരിയോസ്ക്ലോറോസിസ് ബാധിച്ച് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഡിസീസസും റെറ്റീനൽ ഐ ഡിസീസസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഡയബറ്റിക് രോഗിയെന്ന് മുദ്ര കുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവലാണെങ്കിൽ അപകടങ്ങളുടെ ഘടികാരം ക്ലിക്ക് ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഈ പഠനം കാണിക്കുന്ന രണ്ടാമത്തെ സംഗതി, പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വേണ്ട പ്രതിരോധ നടപടികൾ എടുത്താൽ ഇത്തരം കോംപ്ലിക്കേഷനും ഒരുപക്ഷെ ഡയബറ്റീസ് തന്നെയും ഒരു നല്ല പങ്കാളികളിൽ മാറ്റി നിർത്തുവാൻ സാധിക്കും. നിർഭാഗ്യവശാൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ രോഗിക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കോംപ്ലിക്കേഷൻ്റെ ക്ലോക്ക്
ക്ലിക്ക് ചെയ്യുവാൻ തുടങ്ങിയെന്ന് രോഗിക്ക് അറിയുവാൻ ഒരു മാർഗവുമില്ല. പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ത്വക്കിൽ പ്രത്യക്ഷപ്പെടുന്ന അക്കാന്തോസിസ് നെഗ്രിക്കാൻസ് എന്ന കറുത്ത പാട് പ്രീ ഡയബറ്റീസിൻ്റെ ലക്ഷണമാണെന്ന് പറയാറുണ്ടായിരുന്നു. ഇന്ന് 5 സെക്കൻഡിനുള്ളിൽ ബ്ലഡ് ഷുഗർ റീഡിംഗ് എടുക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ഇക്കാലത്ത് ഡോക്ടർമാരാരും ആ കറുത്ത പാട് അന്വേഷിച്ച് പോകാറില്ല. പ്രീ ഡയബറ്റീസിൻ്റെ കാരണങ്ങൾ തന്നെയാണ്. ജീൻസിലൂടെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറപ്പെടുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ്. എന്നാൽ ഇക്കാര്യത്തിൽ നമ്മൾ നിസ്സംഗരാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഡയബറ്റീസ് ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിക്കാനോ ഡയബറ്റീസ് രോഗികളല്ലായിരുന്ന മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുക്കാനോ ഒരിക്കൽ ജനിച്ചു പോയിട്ടുള്ള നമുക്ക് സാധ്യമല്ലല്ലോ. എന്നാൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ, സ്റ്റാർച്ചിൻ്റെ, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കുറച്ച് സസ്യാദി ഭക്ഷണങ്ങളിലേക്ക് കൂടുതലായി നീങ്ങുക. എല്ലാ പ്രീ ഡയബറ്റിക് രോഗികളും ഡയബറ്റിക് രോഗികളെപ്പോലെ തന്നെ ഒരു ഡോക്ടറോ ഡയറ്റീഷ്യനോ നിർദ്ദേശിക്കുന്ന ഇത്തരം ഒരു ഡയറ്റ് ഫോളോ ചെയ്തിരിക്കണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചോറുണ്ണരുതെന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഒരിക്കലൊരു മലയാളി രോഗി ഞങ്ങളുടെ ഡയറ്റീഷ്യൻ കുറിച്ചു കൊടുത്ത ഡയറ്റ് ചാർട്ടുമായി എന്നെ വന്ന് കണ്ടു. ലഞ്ചിന് 4 ഔൺസ് ചിക്കൻ, 1/2 കപ്പ് ഗ്രീൻ ബീൻസ്, 1 ആപ്പിളിൻ്റെ പകുതി, ഒരു 2 പീസ് ഹൈ ഫൈബർ ബ്രെഡ്, ഇതൊക്കെയാണ് കുറിച്ച് കൊടുത്തിരുന്നത്. അയാൾ എന്നോട് ചോദിച്ചു, ഡോക്ടറെ, ഈ കുറിച്ച് തന്നേക്കുന്ന ലഞ്ച് ചോറുണ്ണുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ കഴിക്കേണ്ടതെന്ന്. ഡോക്ടർ ഡയബറ്റീസ് കുറിച്ചു കൊടുക്കുന്നത് മലയാളി അമിതമായ അരിയാഹാരം കുറച്ചെങ്കിൽ മാത്രമേ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റും തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് മലയാളിക്ക് മറ്റൊരു റിസ്ക് ഫാക്ടർ കൂടെയുണ്ട്. വൈറ്റ് കോളർ ജോബിനോടുള്ള താല്പര്യം. ദേഹമനങ്ങാതെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുവാൻ നമുക്കുള്ള താല്പര്യം. ഷർട്ടിന് ചെളി പറ്റിക്കാതെ വേണമെങ്കിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊള്ളൂ. പക്ഷേ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 1/2 മണിക്കൂർ വീതം വ്യായാമം ചെയ്തിരിക്കണം. ഇപ്രകാരം ഭക്ഷണം ക്രമീകരിച്ചും എക്സസൈസ് കൂട്ടിയും 7% വെയിറ്റ് കുറയ്ക്കുവാൻ സാധിച്ച് ബോഡി മാസ് ഇൻഡെക്സ് 25-ന് താഴെ കീപ്പ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ഡയബറ്റിക് രോഗിയാകുവാനുള്ള സാധ്യതയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയും അധികം പങ്കാളികളിലും മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. പ്രീ ഡയബറ്റിക് രോഗികളിൽ മെറ്റ്ഫോർമിൻ എന്ന മരുന്ന് നൽകി ഒരു ചെറിയ പങ്ക് ഡോക്ടർമാർ ഇന്നും ചികിത്സിക്കാറുണ്ട്. അമേരിക്കയിലേക്കാൾ കൂടുതൽ ഇപ്രകാരം ചികിത്സ നടത്തുന്നത് യൂറോപ്പിലാണ്. എന്നാൽ എക്സസൈസും ഡയറ്റുമാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമെന്നാണ് വിദഗ്ധാഭിപ്രായം. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ എല്ലാ മലയാളികളും വർഷത്തിലൊരിക്കലെങ്കിലും അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം. മാതാപിതാക്കളോ സഹോദരങ്ങളോ ഡയബറ്റീസ് ആണെങ്കിൽ ഈ ചെക്കപ്പ് നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കണം. എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 അല്ലെ 124 പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഡയബറ്റീസ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് കരുതി ഉദാസീനത പാടില്ല. നിങ്ങൾ ഡയബറ്റിക് അല്ലയെങ്കിലും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-നും 125-നും മധ്യത്തിലാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ദശയിലാണ്. വളരെ ഫലപ്രദമായ പ്രയോജനകരമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് അപകടം ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു ദശയിലാണ് നിങ്ങളെന്ന് ഒരിക്കലും മറക്കരുത്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.